വേടന്റെ അറസ്റ്റ് തിങ്കളാഴ്ച വരെ തടഞ്ഞ ഹൈക്കോടതി നിയമപരമായ വാദങ്ങൾ മാത്രം ഉന്നയിക്കണമെന്ന് പരാതിക്കാരിയുടെ അഭിഭാഷകയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. അതേസമയം ജാമ്യത്തെ സർക്കാർ എതിർത്തു. ജാമ്യ ഹർജി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, എന്താണ് കോടതി നിർദ്ദേശം? മാധു, ഇന്നലെ വാക്കാലാണ് കോടതി അറസ്റ്റ് തടഞ്ഞതെങ്കിൽ ഇന്ന് ഒരു ഉത്തരവോടുകൂടി തന്നെ ഹൈക്കോടതി വേടന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. തിങ്കളാഴ്ച വരെയാണ് ആ ഇടക്കാല ഉത്തരവ് ജസ്റ്റിസ് മെച്ചു കുര്യൻ തോമസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് വേടനെ ഇപ്പോൾ നിയമപരമായി പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനം വരുന്നതുവരെ അതിങ്ങനെ നീണ്ടുപോകാൻ തന്നെയാണ് സാധ്യത. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഈ പരാതിക്കാരിയുടെ അഭിഭാഷക കൂടുതൽ രേഖകൾ, തെളിവുകൾ ഹാജരാക്കാൻ സമയം ആവശ്യപ്പെട്ടു എന്നതാണ്. അവരുമായി ഒരു ഘട്ടത്തിൽ കോടതിക്ക് തർക്കിക്കേണ്ടിയും വന്നു. അതായത് നിയമപരമല്ലാത്ത വാദമുഖങ്ങൾ കോടതി മുമ്പാകെ ഉന്നയിക്കരുത് എന്ന് പലവട്ടം കോടതിക്ക് പരാതിക്കാരിയുടെ അഭിഭാഷകയോട് പറയേണ്ടി വന്നു. കാരണം അവർ ഈ കേസുമായി ബന്ധപ്പെട്ടതല്ലാതെ മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫേസ്ബുക്ക് പോസ്റ്റുകൾ, മറ്റ് ചാറ്റുകൾ, അതൊക്കെ കോടതി മുമ്പാകെ ഉദ്ധരിച്ച ഘട്ടത്തിലാണ് ഇതൊന്നും അനുവദിക്കാൻ കഴിയില്ല എന്ന് കോടതിക്ക് പറയേണ്ടി വന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് സർക്കാരിന്റെ വാദവും കോടതിയിൽ നടന്നു. സർക്കാർ ഈ ജാമ്യ ഹർജിയെ എതിർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വേടൻ ഒളിവിലിരുന്നു കൊണ്ട് കേക്ക് മുറിച്ച് ആഘോഷം സംഘടിപ്പിച്ച് അതിന്റെ ചിത്രങ്ങളടക്കം പോസ്റ്റ് ചെയ്തു എന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് കോടതി മുമ്പാകെ സർക്കാർ ചൂണ്ടിക്കാണിക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ വേടന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത് ഈ പരാതിക്കാരിക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടായത് താൻ അവരെ വിട്ടു പോയത് കൊണ്ടല്ല, അവർക്ക് 2021 തന്നെ ഈ മാനസിക പിരിമുറുക്കം ഉണ്ടാകുകയും അതിന് ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം തന്നോട് അവർ പറഞ്ഞിട്ടുണ്ട്. അതിന് അവർ വാട്സപ്പ് ചാറ്റുകൾ കൈമാറിയിട്ടുണ്ട്. ആ വാട്സപ്പ് ചാറ്റുകൾ അടക്കം ഇന്ന് വേടന്റെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. എന്തായാലും ചൂടേറിയ വാദപ്രതിവാദങ്ങളാണ് ഈ പരാതിക്കാരിയുടെ അഭിഭാഷകയും ഈ വേടന്റെ അഭിഭാഷകനും തമ്മിൽ ഈ കോടതി മുറിയിൽ ഉണ്ടായിരിക്കുന്നത്. തിങ്കളാഴ്ച എന്ത് രേഖയാണ് പുതുതായി കൊണ്ടുവരാൻ പോകുന്നതെന്നതാണ് ഇനി ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മാറാൻ പോകുന്നത്. എന്തായാലും തിങ്കളാഴ്ച കൊണ്ട് ഈ ജാമ്യ ഹർജിയിലെ വാദം ഹൈക്കോടതി പൂർത്തീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.